ഹലോ. നൈറ്റ് കഴിഞ്ഞല്ലോ ഓഫായതുകൊണ്ട് തന്നെ പിടിപ്പതും ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് വീട് കണ്ടാൽ അറിയാൻ പറ്റും. നിറച്ച് പൊടിയും അഴുക്കും ഒക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ വീടിങ്ങനെ അലമ്പായി കിടക്കുന്ന പോലൊരു ദേഷ്യമേറൊന്നുമില്ല. അതുമാത്രമല്ല, ഞാൻ ഒരു സാധനം എടുത്താൽ അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ എടുത്തെടുത്ത് തന്നെ വയ്ക്കുന്ന ഒരാളാണ്. പക്ഷെ അവനാണെങ്കിലോ നേരെ ഓപ്പോസിറ്റും. പക്ഷെ ഇപ്പോൾ ആളൊത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അത് ചെയ്യുമ്പോഴും ചെയ്തു കഴിഞ്ഞും കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ മൈൻഡിനും ബോഡിക്കൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ നമ്മുടെ ചുറ്റുമുള്ളത് നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് പോസിറ്റീവാക്കി വെച്ചാൽ മതി. നല്ല വൃത്തിയാക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. പകുതി സമയം പാട്ടും ഡാൻസും, ബാക്കി സമയത്തിൻ്റെ പകുതി എന്നോട് എങ്ങനെ ഗുസ്തി പിടിക്കാമെന്നുള്ള ചിന്തയാണ്. ബാക്കി സമയമാണ് അവൻ്റെ ജോലി. അതാണ് അവൻ്റെ ഒരു ലൈൻ. പിന്നെ വിശ്രമവേളകൾ ആനന്ദമാക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അപ്പോൾ ചെറുതായൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ബാക്കി ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാം. തുണി മടക്കി വയ്ക്കാൻ പറഞ്ഞാൽ ഒരു ടീഷർട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാം. ആ ഒരു പേരും പറഞ്ഞ് 1-2 മണിക്കൂർ എങ്ങനെ ചിലവാക്കാം എന്നാണ് അവൻ്റെ ചിന്ത. ഈ ചെക്കന്മാരൊക്കെ എന്താണാവോ ഇത്രയും മടിയന്മാരായി പോയത്? നിങ്ങളുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണോ സ്ഥിതി? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. തുണികൾ ഒത്തിരി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ വാഷ് ചെയ്തിട്ട് ഒരുമിച്ച് പോയി അതൊക്കെ വിരിച്ചു. അടുക്കളപ്പടിയും കൂടി കഴുകി അകത്തെ ക്ലീനിങ്ങിന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. മാവിൽ നിന്ന് വീഴുന്ന മാങ്ങയുടെ എണ്ണം കുറവാണെങ്കിലും ഇലകളുടെ എണ്ണത്തിൽ മാവാ പിശിക്ക് കാണിച്ചില്ല കേട്ടോ. ഇത്ര ആധികാരികമായി പറയുന്ന കേട്ടാൽ നിങ്ങൾ കരുതും നമ്മുടെ മാവാണെന്ന്. അല്ല, അത് അപ്പോഴത്തെ ടീച്ചറുടെ മാവാണ്. അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കുട്ടപ്പന്മാരായി അമ്മയുടെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് സൈക്കിളും എടുത്ത് നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട്. എൻ്റെ വീക്കെൻഡിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇത്. മൊത്തം കുസൃതി കുടുക്കുകളുടെ കലവറയാണ് ഇവിടെ. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ നേരെ വീട്ടിലോട്ട് വിട്ടു. വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ ഫുൾ എനർജി നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്തു. പക്ഷെ അതൊന്നും നമ്മൾ ഫേസിൽ കാണിച്ചില്ല കേട്ടോ. ഒരുമിച്ച് വീഡിയോ എടുത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ചിറ്റ ഒരു കാര്യം ചെയ്യുക, കുഞ്ചാക്കോ ബോബൻ പാട്ടും പാടി ബൈക്കിൽ പോകുന്ന പോലെ പൊക്കോ, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. വീട്ടിലെത്തിയപ്പോഴോ ചിറ്റയ്ക്ക് തന്ന വാക്ക് മറക്കാതെ വിധു മാങ്ങ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റൂല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം വരിക. വിധു ഇടയ്ക്കിരുന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഗായസ് എന്നൊക്കെ. അങ്ങനെ കുളിച്ച് വിളക്ക് വെച്ച് കുട്ടികൾ പഠിക്കാനിരുന്നു. ഞാനും കുഞ്ഞും ചേച്ചിയും അമ്മയും കൂടെ വളപ്പൊട്ട് കളിക്കുകയാണ് കേട്ടോ. വലിയേട്ടൻ വേറെ എന്തൊക്കെയോ പണിയിൽ തിരക്കായിരുന്നു. വീക്കെൻഡിൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിട്ട് ചീട്ട് കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ വളപ്പൊട്ട് കളി വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിലെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുള്ളൊരു കളിയാണ്. എല്ലാവർക്കൊക്കെ അറിയാവുന്നതാവാം. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.